കോൺഗ്രസിന് കഴിഞ്ഞ തവണ വന്ന വലിയ ഒരു നഷ്ടം ഇത്തവണ പരിഹരിക്കാൻ കഴിയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ രീതിയിലുള്ള ഒരു വലിയ മേൽക്കൈ ഇത്തവണയും കോൺഗ്രസിന് നേടാൻ കഴിയും. ഭരണവിരുദ്ധത അതിശക്തമായി തന്നെ കർണാടകയിൽ ആഞ്ഞടിക്കും എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അത് മാത്രമല്ല, JDS-ഉമായിട്ടുള്ള BJP-യുടെ ബാന്ധവം BJP-ക്ക് തന്നെ നാശമാകും എന്ന വിലയിരുത്തലും ഇതിനകത്ത് വന്നിട്ടുണ്ട്. BJP-ക്കാർ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, JDS-ന് വോട്ട് കൊടുക്കുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, അവസരവാദികളാണ് JDS-കാർ എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ BJP-യും JDS-ഉം തമ്മിലുള്ള ഈ സഖ്യം കൃത്യമായി പൊട്ടിപ്പൊളിയും എന്നാണ് DK ശിവകുമാർ പറയുന്നത്. DK ശിവകുമാർ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്, കൃത്യമായി കർണാടകയുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ജനകീയതയുടെ, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് എത്രമാത്രം ജനകീയത കൈവരിച്ചു എന്നതിന്റെ ഒരു തെളിവ് തന്നെയായിരിക്കും എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. മാത്രമല്ല, കർണാടക മേഖലയിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, കോസ്റ്റൽ കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ BJP-ക്ക് ആധിപത്യമുള്ളത്. ആ ആധിപത്യം ഇത്തവണ കാണത്തില്ല എന്നുള്ളതും, അവിടെയും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും അവിടുത്തെ സീറ്റുകൾ പലതും കോൺഗ്രസിലേക്ക് എത്തും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പ്രാദേശിക നേതാക്കൾ നടത്തുന്നത്. കോൺഗ്രസിലേക്ക് ഇടയ്ക്ക് വെച്ച് DV സദാനന്ദ ഗൗഡ പോകും എന്നുള്ള വലിയ ഒരു സന്ദേശമുണ്ടായിരുന്നു. അത് പക്ഷേ BJP നേതൃത്വം തള്ളിക്കളയുകയും DV സദാനന്ദ ഗൗഡ മാറി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വരികയും ചെയ്തിരുന്നു. എന്നാൽ ജഗദീഷ് ഷെട്ടാർ അടക്കമുള്ള നേതാക്കൾ ഇടക്കാലത്ത് കോൺഗ്രസിലേക്ക് പോവുകയും കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഹൂബള്ളി ധാർവാഡ് മണ്ഡലത്തിൽ പരാജയപ്പെടുകയും പിന്നീട് അദ്ദേഹം BJP-യിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ആശയക്കുഴപ്പം പല നേതാക്കൾക്കും ഉണ്ട് താൻ. ലിംഗായത്ത് സമുദായം എൻ ബ്ലോക്കായി BJP-ക്ക് വോട്ട് ചെയ്യുന്ന ചരിത്രമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ലിംഗായത്ത് നേതാവായ യെദ്യൂരപ്പയെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് BJP തഴയുകയായിരുന്നു എന്നുള്ളത് ലിംഗായത്ത് സമുദായത്തിന് ഏൽപ്പിച്ച മുറിവ് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബസവരാജ ബൊമ്മയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്. കോൺഗ്രസിനാകട്ടെ BJP-യുടെ ഇരട്ടിയിലധികം സീറ്റ് നേടാൻ കഴിഞ്ഞു. 66 സീറ്റ് നേടിയ BJP-യെ 135 സീറ്റുകൾ കൊണ്ടാണ് കോൺഗ്രസ് അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം തീർത്തത്. ഇക്കുറി കർണാടകയുടെ മണ്ണിൽ താമര വിരിയാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് DK ശിവകുമാർ വ്യക്തമാക്കുന്നുണ്ട്.